അധികമൊന്നും ചെയ്തുകൊണ്ട് 1 വർഷം 2 ദിവസമായി. എൻ്റെ എല്ലാവരുടെയും എന്താ പറയുക അംഗീകാരവും ആഹ്ലാദവും വിളിയും എല്ലാ പരിപാടികളൊക്കെ ആയിട്ട് 2 ദിവസം മുന്നേ നിറഞ്ഞിരിക്കുകയായിരുന്നു. ചിലർ പറഞ്ഞു ഞാൻ ഒരു നിമിത്തമാണെന്നൊക്കെ. എന്നെപ്പോലെയുള്ളവർ നിക്കോട്ടിൻ അനോണിമസിന് വേണ്ടിയുള്ള പ്രത്യേക ഭാവി ഇതൊക്കെയാണ്. ചെറിയ രീതിയിലൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്ന പോലെ പണ്ട് എനിക്ക് 2 വർഷം ചില്ലറ മാസങ്ങൾക്ക് ഇത് മാറി നിൽക്കാൻ സാധിച്ചു. അന്ന് വരെ എൻ്റെ കൈവിട്ടു പോയൊരു കേസാണ് നാർസിസിസം മൂലം. ഞാൻ അത്യാവശ്യം നല്ലതാവുമ്പോൾ എൻ്റെ ചുറ്റും ക്രിപ്റ്റോണൈറ്റ്സുകൾ വരും. അവരെന്നെ ടോക്സിക് ആക്കാൻ ഏത് വഴിയും ശ്രമിക്കുകയും ചെയ്യും. കാര്യം ഏതൊരു ഇതാണെങ്കിലും കാണാൻ കൊള്ളാവുന്ന സുന്ദരനായ ഒരുത്തനെ അവൻ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ അസൂയ വരും. അത് പെണ്ണുങ്ങൾക്കും വരും, ആണുങ്ങൾക്കും വരും. ഈ പെണ്ണുങ്ങളിലും ആണുങ്ങളിലും നാർസിസിസ്റ്റുകളുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളിൽ പെട്ട നാർസിസിസ്റ്റുകൾ നമ്മളെ ആദ്യം ഈ പറഞ്ഞ ലവ് ബോംബ് ഇട്ടിട്ട് കളിക്കാനൊക്കെ നോക്കും. ഒരു പരിപാടി നടക്കില്ല എന്ന് പറയുമ്പോൾ അവരവരുടെ തനി സ്വഭാവം, തനി കുണം കാണിക്കും. അപ്പോൾ അത് അങ്ങനത്തെ കുറേ വർഗ്ഗങ്ങൾ. അതിനെ പിന്നെ പിടിച്ച് നമുക്ക് പ്രത്യേകിച്ച് നിയന്ത്രിക്കാനോ, പിന്നെ ഒരു ലിമിറ്റ് കൂടുതൽ അവരുടെ അതായത് അവരിങ്ങോട്ട് ലൈൻ വിട്ട് വരില്ല. കാര്യം സൊസൈറ്റി അങ്ങനെ ലൈൻ വെച്ചുകൊണ്ട് ഒരു ലിമിറ്റിൽ കൂടുതൽ അവരിങ്ങോട്ടേക്ക് കയറി വരില്ല. പക്ഷേ മറ്റേ ആണുങ്ങളെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രശ്നക്കാരാണ്. ഇവർ ഈ കണ്ട പെണ്ണുങ്ങളൊക്കെ ആയിട്ട് വളഞ്ഞുകൂടി നടന്ന് കുറേ നാർസിസ്റ്റുകളായി ഇവരും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലവന്മാർ ഈ പറഞ്ഞ പോലെ കാണാൻ ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ യുവാവിനെ കാണുമ്പോൾ അവർക്ക് ഇളകി വരും. എൻ്റെ ജീവിതം തകർത്താലോ തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ആപത്ത് തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് എൻ്റെ സോബർട്ടിയുടെ ഏറ്റവും പ്രധാനമായ കാര്യം. സോബർട്ടി ഫസ്റ്റ് വയ്ക്കുന്നതാണ് മറ്റൊരു പ്രധാനമായ കാര്യം. ഇപ്പോൾ എല്ലാം നന്നായിരിക്കുന്നു, എനിക്ക് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്, ഞാനൊരു പാർട്ടാണ് ഒരു കമ്പനിയുടെ. എനിക്ക് എൻ്റേതായ രീതിയിൽ എൻ്റെ തെറാപ്പിയുടെ ആവശ്യമുള്ളതാണ്. എൻ്റെ പ്രശ്നങ്ങളെ നിന്ന് എനിക്ക് മോചിതമാകാൻ സാധിക്കുന്നുണ്ട്. ഞാൻ സേവനം ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോൺ അഡിക്ഷൻ ആസക്തിയിൽ ഒരുപാടധികം എൻ്റെ മൈൻഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എൻ്റെ ടോളറൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പഴയ പോലെ അഡിക്ഷൻസ് റിലാപ്സൊക്കെ വരുമ്പോഴേക്കും ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ മാറിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ സിഗരറ്റ് വലി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പോൺ അഡിക്ഷനെ അത്രയധികം ആഘാതം സൃഷ്ടിക്കില്ലായിരുന്നു. എല്ലാ ആസക്തികളും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഒരു കോഞ്ഞാട്ടിക്ക് പോയത്. അതായത് ഒരു ആസക്തിയും മറ്റാസക്തിയും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മിക്സായിട്ട് എന്നെ അറ്റാക്ക് ചെയ്താണ് എൻ്റെ ജീവിതത്തിലെ കരിയറൊക്കെ തകരാൻ കാരണം. ബാക്കിയുള്ള അതായത് 2-3-4 ആസക്തികളിലെ പവർലെസ്നെസ്. അപ്പോൾ സിഗരറ്റിൽ നിന്ന് എൻ്റെ പവർലെസ്നെസ്സിൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ദൈവം എനിക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു വഴിയാണ്. അതൊരു പാത ദൈവം തെളിച്ച് കാണിച്ചു തന്നു. ഇനിയും അടുത്ത പാത സ്വീകരിക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഈ പാതയിലൂടെയാണ് ആ പാതയിലേക്ക് എത്താൻ പറ്റും. ഒരിക്കലും ഈ പാതയിൽ നിന്ന് ആ പാതയിലേക്ക്. അതാണ് എനിക്ക് ഏറ്റവും മണ്ടത്തരം പറ്റിയത്. ഒരു സ്റ്റെപ്പറായ